മലയാള സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകളുടെ കാലമാണ് ഇപ്പോൾ എന്ന് പറയാം. സിദ്ദിഖ്, രഞ്ജിത്ത്, മുകേഷ് ഇവർക്കെതിരെയുള്ള നേരിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് വന്നിട്ടുള്ളത്. മുകേഷ് അതിനെ ഡിഫെൻഡ് ചെയ്തു. എനിക്ക് ഓർമ്മയില്ല, 10-20 വർഷം മുമ്പത്തെയാണ്. സിദ്ദിഖും രഞ്ജിത്തും തക്കതായിട്ടുള്ള ഒരു മറുപടി തന്നിട്ടില്ല. അവരവരുടേതായ മറുപടിയുമായിട്ട് വരുമായിരിക്കും. ഇത്രയും പ്രശസ്തിയിൽ നിൽക്കുന്ന ആളുകളാണല്ലോ, അപ്പം മറുപടിയും അന്വേഷണങ്ങളും ഒക്കെ വരുമായിരിക്കും. ഇപ്പം എന്തായാലും ഡയറക്റ്റ്ലി ഇവരുടെ പേര് വെളിയിലേക്ക് വന്നിരിക്കുന്നത് ഈ 3 ആളുകളാണ്. പിന്നെ ഒരുപാട് തുറന്നു പറച്ചിലുകൾ പേര് പറയാതെയും നടക്കുന്നുണ്ട്. പേര് പറയുന്നത് അവർക്ക് എന്താ പറയുക, ആ ഇരകൾക്ക് അതൊരു മോശമാണെന്നുള്ള, അല്ലെങ്കിൽ അവർക്ക് അത്ര സംരക്ഷണം കിട്ടില്ല, അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം പേരുകൾ തുറന്നു പറയാത്തത്. അപ്പം ഇന്നലെ വന്ന ഒരു വെളിപ്പെടുത്തലാണ്. യുവനടൻ കടന്നു പിടിച്ചു, 2013 യുവനടൻ കടന്നു പിടിച്ചു നടി സോണിയ മൽഹാർ. ഞാൻ കരഞ്ഞപ്പോൾ മാപ്പ് പറഞ്ഞു, നടൻ്റെ കുടുംബത്തെ ഓർത്ത് പേര് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നടി വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി ഇത് ഒരു ചാനലിലൂടെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. ചാനലിലൂടെ ഇവർ വെളിപ്പെടുത്തിയതിന് ശേഷം ജയസൂര്യ എന്ന് പറയുന്ന നടൻ്റെ അടുക്കലോട്ടാണ് ആളുകൾ മുഴുവൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പുള്ളിക്കാരത്തി പറഞ്ഞു, സോണിയ മൽഹാർ എന്ന് പറയുന്ന ഈ നടി പറഞ്ഞത്, ഈ അഭിനേത്രി പറഞ്ഞത് ജയസൂര്യനെ കുറിച്ചല്ലേ, ജയസൂര്യ അല്ലേ ആള് എന്ന് എല്ലാവരും അങ്ങ് ചർച്ച ചെയ്യുന്നത്. നമ്മളെപ്പോലുള്ള സോഷ്യൽ മീഡിയാസിൽ എന്താ പറയുക, ഈ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് മാത്രമാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. യൂട്യൂബേഴ്സ് പണിയൊന്നും ഇല്ലായിരുന്നു, ചുരണ്ടി ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോട്ടെ എന്ന് വെക്കാം. പക്ഷേ ഇവിടുത്തെ പ്രമുഖ സാറ്റലൈറ്റ് ചാനലായിട്ടുള്ള ന്യൂസ് 18 വരെ അത് ആ യുവനടൻ ജയസൂര്യയോ പ്രതികരണവുമായി സോണിയ മൽഹാർ എന്ന് പറഞ്ഞ് വീഡിയോ വരെ ചെയ്തിട്ടുണ്ട്. അവർ വരെ പറയുന്നുണ്ട് ജയസൂര്യ ആണോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ നമ്മൾ മാത്രം തിരഞ്ഞെടുത്ത ഇതല്ല. അപ്പോൾ എന്തായാലും ഈ സോണിയ മൽഹാർ എന്ന് പറയുന്ന ഈ നടി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. 2013 തൊടുപുഴ ഒരു സിനിമയുടെ ഷൂട്ടിന് പോകുമ്പോൾ ഇപ്പോഴും അയാൾ സൂപ്പർ സ്റ്റാർ ആണ്, ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരിൽ ഒരാൾ തൊടുപുഴ ലൊക്കേഷനിൽ, അത് ആ പടത്തിൽ അയാളാണ് നായകൻ. ഞാൻ ആദ്യമായിട്ട് പോവുക, അതൊരു ഓഫീസ് സ്റ്റാഫായിട്ടുള്ള ഒരു വേഷമാണ്. അപ്പം അത് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് വലിയൊരു നടൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് എന്നെ ട്രെയിൻ കയറ്റി വിടുമായിരുന്നു. അവിടെ ചെന്ന് അഭിനയിക്കുന്നതിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഒരു ചെറിയൊരു ഹാള് പോലുള്ള സ്ഥലത്താണ് നമുക്ക് ഡ്രസ് ചേഞ്ചിനും മറ്റു കാര്യങ്ങളും മേക്കപ്പ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ്, ആ സൈഡിൽ തന്നെയാണ് നമ്മൾക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉള്ളത്. അപ്പം ഞാൻ അതായത് മേക്കപ്പ് ചെയ്ത് എൻ്റെ കോസ്റ്റ്യൂമും ചേഞ്ച് ചെയ്ത് ഒരു ജീൻസും ടീഷർട്ടും ആയിരുന്നു ആവേശം. അപ്പോൾ പോയിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അപ്രതീക്ഷിതമായിട്ട് എങ്ങനെയാണ് ഇവർ വേറെ ഏതെങ്കിലും വഴി കൂടെ ഇങ്ങോട്ട് വന്നോ എനിക്കറിയില്ല, അങ്ങോട്ട് ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാർ കയറി പിടിക്കുമായിരുന്നു. മീൻസ് പെട്ടെന്ന് അങ്ങ് ഹഗ് ചെയ്യൂലേ നമ്മൾ, അങ്ങനെ അതൊരു പേടിപ്പിക്കുന്ന രീതിയിൽ. അതായത് അത് പെർമിഷൻ ഇല്ലാത്ത ഒരു സംഭവമാണ് അവിടെ. പിന്നെ ഇയാളുമായിട്ട് എനിക്ക് ഒരു മുൻപരിചയമില്ല. ഞാൻ ആ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ അതിൻ്റെ സംവിധായകൻ അന്ന് കുറച്ച് പ്രായമുള്ള ഒരു മനുഷ്യനാണ് ആ സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ അയാൾ ഈ സോഷ്യൽ വർക്കറൊക്കെ ആയതുകൊണ്ട് തന്നെ എന്നോട് വളരെ റെസ്പെക്റ്റോടെയാണ് ആ സംവിധായകൻ ഇടപെട്ടത്. ടോയ്ലറ്റിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വിത്തൗട്ട് പെർമിഷൻ കയറി ഇങ്ങനെ ഹഗ് ചെയ്യാൻ വേണ്ടി പിടിക്കുകയാണ്. അപ്പം ഞാൻ സത്യത്തിൽ പേടിച്ച്, കാരണം ഇപ്പം ബലിഷ്ടമായ കാര്യമാണ്. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഞാൻ തള്ളി മാറ്റി, എന്തോ ഒരു ഇതിൽ പെട്ടെന്ന് തള്ളിയിട്ട് ഞാൻ പറഞ്ഞു, ഇത് ഇറ്റ്സ് നോട്ട് ഗുഡ്. ഇപ്പം എനിക്ക് നിങ്ങൾ വിത്തൗട്ട് പെർമിഷൻ ചെയ്ത് ഇപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്തത്? ഞാൻ പേടിച്ചു പോയി. പ്രത്യേകിച്ച് എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. 2013 നടന്ന ഈ സംഭവം ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്ന ഈ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞിട്ട് എനിക്ക് കൈയടി നേടേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ ഞാൻ കേസിനോ കാര്യങ്ങൾക്കോ ഒന്നും പോകാനും സത്യത്തിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതൊരു ഓൾറെഡി അദ്ദേഹം മാപ്പ് പറഞ്ഞു, അതിൻ്റെ പുറകിൽ അത് ക്ലിയർ ചെയ്തു. എങ്കിൽ പോലും ഇതിപ്പോൾ ഇവിടെ പറയുന്നത്, ഇപ്പോൾ ആ മനുഷ്യൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. അദ്ദേഹത്തിന് നല്ലൊരു ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. അപ്പോൾ ഭാര്യയൊക്കെ അത്രത്തോളം ഒരു കുടുംബിനിയായി ജീവിക്കുന്ന ആൾക്കാർ. ഇപ്പം ഞാൻ ആ പേരോ കാര്യങ്ങളോ പബ്ലിഷ് ചെയ്യുമ്പോൾ ആ സ്ത്രീ ചിലപ്പോൾ ആത്മഹത്യ, കുട്ടികളുടെ ലൈഫ്, ഇങ്ങനെ പല കാര്യങ്ങൾ എന്നെ ഹോണ്ട് ചെയ്യുന്നു. ഞാൻ സോണിയ, ഇത് 11 വർഷം മുൻപ് നടന്ന 2013 11 വർഷം മുൻപ് നടന്ന കാര്യമാണ്. അന്ന് യുവനടനായിരുന്നയാൾ ഇന്നിപ്പോൾ ഈ സൂപ്പർ താരങ്ങളുടെ നിരക്കൊപ്പം തന്നെ നിൽക്കുന്ന പുരസ്കാരങ്ങളൊക്കെ നേടിയ ഒരു നടനാണ് എന്നുള്ളത് ആ ലൊക്കേഷനും വർഷവും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പുരസ്കാരങ്ങളുടെ ഇപ്പോൾ അയാളുടെ 40s-ലാണ്, അയാളുടെ 40-കളിലാണ് മേ ബി. അന്ന് ഒരുപക്ഷെ അയാൾ ഈ സിനിമകളിലൊക്കെ ഒന്ന് പക്ഷെ തിരിച്ചറിവുണ്ടാവണം. കാരണം അയാൾക്ക് ഒരു പെൺകുഞ്ഞാണ്. എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ ഈ ഡ്രസ്സും അട്രാക്ഷനും നിങ്ങളുടെ കണ്ണും ചിരിയും ഞാൻ നിങ്ങൾ വന്നപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം, നോക്കാം, സിനിമയിൽ ഒരുപാട് അവസരങ്ങളുണ്ട്, ഞാൻ അത്ര വലിയ. ഇവിടെ ഇപ്പം ന്യൂസ് റീഡർക്ക് തന്നെ കാര്യം മനസ്സിലായി, ആരാണെന്നും മനസ്സിലായി. ഇപ്പം എന്താ പറയുക,
ജയസൂര്യ ആണ് എന്നുള്ള രീതിയിലും ആ പടം ഏതാണ്, ഏത് സിനിമയാണെന്നുള്ള രീതിയിലുമൊക്കെ ഒരുപാട് കമൻസ് വരുന്നുണ്ട്. ആ പടം കണ്ടുപിടിച്ച് പിഗ്മാൻ എന്ന് പറയുന്ന ഒരു മൂവിയാണ്, ആ മൂവിയിൽ ഇവർ അഭിനയിച്ച സീൻ വരെ കണ്ടുപിടിച്ച് അതിൻ്റെ അടിയിൽ കമൻറ്റ് വരെ വന്നിട്ടുണ്ട്. അപ്പം ജയസൂര്യ ആണെന്നുള്ള രീതിയിൽ എല്ലാം ഓക്കെ ആയി. ജയസൂര്യയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും പറയുന്നുണ്ട്, 2 കുട്ടികളാണ്, ഒരു പെൺകുട്ടിയാണ്, നല്ലൊരു ഭാര്യയുണ്ട് എന്നുള്ള രീതിയിൽ ആ സമയത്ത് തൊടുപുഴയിൽ വെച്ച് ഷൂട്ട് ചെയ്തതാണ്, ഇന്ന കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് അത് ജയസൂര്യ എന്നുള്ള രീതിയിലോട്ട് വന്നിട്ടുണ്ട്. ജയസൂര്യ അല്ല എന്നുള്ള കാര്യവും ഇവർ നിഷേധിക്കുന്നില്ല. ഈ ചാനലിൽ തന്നെ ഒരു ഇന്റർവ്യൂ കൂടി വരുന്നുണ്ട്, അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ന്യൂസ് റീഡർ ചോദിക്കുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് കേട്ടോ. സോണിയയുടെ ഈ അഭിമുഖങ്ങൾ വരുന്ന വീഡിയോകൾക്കൊക്കെ താഴെ ഒരു യുവനടന്റെ ഫോട്ടോയും ആ രീതിയിലായ അദ്ദേഹമാണ് എന്ന പ്രചരണവും നടക്കുന്നുണ്ട്. എല്ലാവർക്കും പരിചിതനായ ആ ഒരു യുവനടൻ ആരോപണ നിഴലിലാണ്. ജയസൂര്യ എന്ന നടന്റെ ഫോട്ടോയാണ് താങ്കളുടെ ഫോട്ടോയുമായി താങ്കളുടെ ആ അഭിമുഖം പോകുന്നതിന് താഴെയൊക്കെ വരുന്നത്. താങ്കൾ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു നടൻ ആ ആരോപണങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നുണ്ട്. അദ്ദേഹം നിരപരാധിയാണോ അല്ലയോ എന്ന സംശയം പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നു. ഞാൻ ആരുടെയും പേര് എടുത്ത് പറയുകയോ അങ്ങനെ അതിനുവേണ്ടി ഞാൻ പറയുന്നില്ല. കാരണം ഞാനൊരു പേര് പരമായിട്ട് എടുത്ത് പറയുകയോ നിഷേധിക്കുകയോ രണ്ടിനും ഞാനില്ല. അപ്പൊ അതെന്ന് വെച്ചാൽ അത് എന്ത് ചെയ്താലും അത് കുഴപ്പത്തിലേക്ക് വരും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പം പറ്റാണ്. ഞാൻ തന്നെ ഒരു വലിയ ട്രോമയിലൂടെ പോകുന്ന ഒരാളാണ്, ലൈഫിൽ ഒരുപാട് സങ്കീർണതകളിലൂടെ പോകുന്നതാണ്. അപ്പൊ നമുക്ക് ഇനിയൊരു ഇത് പറ്റില്ല. അതുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ പേര് പറയുന്നത്. ഒറ്റ കാര്യം കൂടി, എത്രയാണ് എന്ന് പറയുന്നുണ്ട്, എന്താണ് പ്രതികരിക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, അദ്ദേഹത്തോട് ബന്ധപ്പെട്ടവർ എന്ന് പറയുന്നവർ നിരപരാധികളാണ്, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതി ഒന്നും പറയരുത് എന്ന് വെക്കുകയാണ്. അപ്പോഴും ഈ ക്രൂശിക്കപ്പെടുന്ന അല്ലെ സമൂഹ മാധ്യമങ്ങളിൽ ആരോപിക്കപ്പെടുന്നയാൾ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിനും ഒരു കുടുംബമുണ്ട്, അദ്ദേഹവും ആരോപണ നിഴലിലാണ്. അത് വ്യക്തത വരുത്തണം എന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അതല്ല എന്നുള്ളത് കൊണ്ടാണോ തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ അത് നിഷേധിക്കാത്തത്? അദ്ദേഹത്തിന് അങ്ങനെ ഒരു മാനഹാനി അദ്ദേഹത്തിനോ കുടുംബത്തിനോ തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പൊതുസമൂഹത്തോട് എന്നെന്തിനാണ് അദ്ദേഹം സംസാരിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് പോകേണ്ട ആവശ്യം. ഇവിടെ ഇപ്പം ജയസൂര്യ ആണെന്നുള്ള കാര്യവും ജയസൂര്യ അല്ല എന്നുള്ള കാര്യവും പുള്ളിക്കാരത്തി നിഷേധിക്കുന്നില്ല. പുള്ളിക്കാരത്തി എന്നാ പറയുന്നത്, അങ്ങനെ ജയസൂര്യക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ജയസൂര്യ വന്ന് വെളിയിലോട്ട് പറയട്ടെ എന്നാ പറയുന്നത്. ജയസൂര്യ ആണെന്നും പറയുന്നില്ല, ജയസൂര്യ അല്ല എന്നും പറയുന്നില്ല. ഇപ്പം ഇതുപോലൊരു വെളിപ്പെടുത്തലൊക്കെ വരുമ്പം ഒന്നെങ്കിൽ ആളുടെ പേര് കറക്റ്റായിട്ട് പറയുക. ഇപ്പം രഞ്ജിത്തിന്റെ കാര്യമാണെങ്കിലും സിദ്ദിഖിന്റെ കാര്യമാണെങ്കിലും മുകേഷിന്റെ കാര്യമാണെങ്കിലും അവർ കറക്റ്റായിട്ട് ഇരകൾ എന്ന് പറയുന്ന ഒരു പേര് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ സോണിയ എന്ന് പറയുന്ന ഈ സ്ത്രീ പറയുന്നില്ല. അവർക്ക് അനുഭവപ്പെട്ട ആ ട്രോമയും അപ്പോൾ ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ മാനിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു ഇങ്ങനെ ഒരു പ്രോബ്ലം ഒരു സ്ത്രീക്ക് ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ്. പക്ഷേ ഒരാളുടെ പേര് അല്ലെങ്കിൽ ഈ ആളാണ് ഇന്ന ആളാണ് ചെയ്തതെന്നുള്ളത് ആ പേരൊന്നെങ്കിൽ പറയുക, അല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുക. എനിക്ക് ഇങ്ങനെ പോലത്തെ ഒരു അനുഭവം ഉണ്ടായി, സിനിമയിൽ നിന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി, നിങ്ങളെല്ലാവരും വെളിയിലോട്ട് വന്ന് പറയാൻ വേണ്ടിയിട്ട്, മറ്റുള്ള സ്ത്രീകളും വെളിയിലോട്ട് വന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രചോദനത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് എങ്കിൽ പേര് പറയണ്ട. നിങ്ങൾക്ക് പേര് പറയാൻ താല്പര്യമില്ല എങ്കിൽ പറയണ്ടേ. ഇതിപ്പം ഒളിഞ്ഞ് പറയുകയും ഒളിഞ്ഞ് പറയാതിരിക്കുകയും എന്നുള്ള രീതിയിലോട്ടാണ് പോകുന്നത്. ഇപ്പം ജയസൂര്യ എന്ന് പറയുന്ന ആ വ്യക്തി അല്ല, പുള്ളിയെക്കുറിച്ച് അല്ല ഇങ്ങനെ പറയുന്നത്, പുള്ളി അല്ല. സപ്പോസ് അങ്ങനെ അല്ല എന്ന് വെച്ചു, പുള്ളിക്കും പുള്ളിയുടെ ഫാമിലിക്കും ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം കൂടി നമ്മൾ കണക്കിലെടുക്കണ്ടേ. അത് ഒരു കണക്കിലെടുക്കുമ്പോൾ അയാളാണോ അല്ലയോ എന്ന് ഈ നടി പറയേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നെങ്കിൽ അയാളാന്ന് പറയുക, അല്ലെങ്കിൽ അയാളല്ല എന്ന് പറയുക. അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടേ ഉള്ളൂ, നിങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറയാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ തുറന്ന് പറയുക, നമുക്ക് ഈ മലയാള സിനിമയെ ഒന്ന് ശുദ്ധീകരിക്കാം, മലയാള സിനിമ നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ എന്നുള്ള രീതിയിലായിരുന്നുവെങ്കിൽ അങ്ങനെയും ആകാമായിരുന്നു. പക്ഷേ ഇപ്പം എന്താ പറയുക വെച്ചാൽ ജയസൂര്യയുടെ പ്രൊഫൈലിനടിയിൽ തന്നെ ആണെങ്കിലും വന്നിട്ട് ജയസൂര്യ പുതിയ പേരൊക്കെയാണ്, കക്കു സ്റ്റാർ എന്നുള്ള പേരൊക്കെ വരെ വന്നിട്ടുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇവർ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പറയണമെങ്കിൽ പറയാം. അതിനിപ്പോൾ എന്നാ പറയാമെന്ന് പറഞ്ഞപ്പോൾ എന്നാ ഇപ്പോൾ ഇവരുടെ തുടർന്നുള്ള ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അയാളിപ്പോൾ എൻ്റെ നല്ലൊരു സുഹൃത്താണ്, അതിനുശേഷം എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒരു മെസ്സേജിലൂടെ പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണോ ഇത് പറഞ്ഞത് ഇപ്പോൾ ജയസൂര്യ ആണെന്നുള്ള രീതിയിൽ പഴയ പോലൊന്നും അല്ല. സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവാണ്. ചെറിയൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കണ്ടെത്താൻ വരെ പിള്ളേരിവിടെ ഉണ്ട്. ഇതിൽ നിന്ന് ഏത് സിനിമയാണെന്നും അന്ന് ആ സാഹചര്യത്തിൽ 2013 എവിടെ ആ തൊടുപുഴയിൽ വെച്ച് ഷൂട്ട് ചെയ്ത ഈ ഇന്ന പോലത്തെ ഒരു കണ്ടന്റുള്ള ഓഫീസ് റൂമിൽ വെച്ച് ഒരു കണ്ടന്റുള്ള നിങ്ങൾ അഭിനയിച്ച സിനിമ ഏതാണെന്നൊക്കെ ആ ചെറിയൊരു ഈ ഹിൻഡിൽ നിന്ന് തന്നെ പടം ഏതാണെന്നും അതിലുള്ള ആളാണെന്നും ആളുകൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി അത് തെറ്റാണോ ശരിയാണോ എന്ന് താങ്കൾ തന്നെയാണ് പറയേണ്ടത്. ഇനി ജയസൂര്യക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ പറഞ്ഞത് ഇതിലൂടെ ജയസൂര്യയുടെ കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അതങ്ങനെയല്ല, ജയസൂര്യ അല്ല വേറൊരാളാണ്, ജയസൂര്യ അല്ല എന്ന് പറഞ്ഞാലും തീരാവുന്ന കേസേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ജയസൂര്യ ആണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മെയിൻ സ്ട്രീം ചാനൽ വരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഒരുപാട് നിരപരാധികൾ ഇതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് അപരാധികൾ അതിലൂടെ രക്ഷപ്പെടുന്നുണ്ട്. സോ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, അപരാധികളെല്ലാവരും ശിക്ഷിക്കപ്പെടട്ടെ, നിരപരാധികളെല്ലാവരും രക്ഷപ്പെടട്ടെ. നമ്മുടെ മലയാള സിനിമ എന്താ പറയുക നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് നല്ല രീതിയിൽ സമത്വം, സ്ത്രീ സുരക്ഷ എന്നുള്ള രീതിയിൽ തന്നെ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.